करोड़ परिवार की बहनों को पाइप से पानी दिया। ये क्यों हुआ? मोदी युडे गारंटी। हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया। ये कैसे बने? मोदी युडे गारंटी। हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की। ये किसे संभव बनाया? मोदी युडे गारंटी। हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले। ये सफलता कैसे मिली? मोदी युडे गारंटी। हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए। ये कैसे संभव हुआ? मोदी युडे गारंटी। തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നതിനൊപ്പം തന്നെ ഈ സർക്കാരിന്റെ ദ്രോഹങ്ങളും എണ്ണി പറഞ്ഞു. അതിലൊന്നാണ് സ്വർണ്ണക്കടത്ത്. സ്വർണ്ണക്കടത്ത് നടത്തിയ ഓഫീസിലുള്ളവരെ കുറിച്ച് വ്യക്തമായി അറിയാം എന്ന് തന്നെയാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിരവധി പ്രയോജനകരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. എല്ലാം മോദിയുടെ ഗ്യാരണ്ടികളാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചാണ്. ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സംവരണം നൽകുന്നത് തീരുമാനമെടുക്കാതെ വച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സർക്കാർ അതിൽ തീരുമാനമെടുത്തു. നാരീശക്തി നിയമമാക്കി. മുത്തലാഖ് മൂലം മുസ്ലിം സ്ത്രീകൾ ബുദ്ധിമുട്ടിയിരുന്നു. അതിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ BJP സർക്കാരിനായി. ഈ നാട്ടിലെ ദരിദ്ര യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മോദി പറഞ്ഞു. മൊഴി മാറ്റിയുള്ള പ്രസംഗത്തിന് ശേഷം ഓരോ തവണയും പ്രസംഗം ആരംഭിക്കുമ്പോഴും മോദി കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തു. NDA സർക്കാരിന് 4 ജാതികളാണ് പ്രധാനം. ദരിദ്ര യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിങ്ങനെയുള്ള 4 വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ്. ഇടത് കോൺഗ്രസ് കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ലെന്നും മോദി പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെക്കുറിച്ച് പരാമർശിച്ചത്. 10 വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. 10 കോടി ഉജ്ജ്വല ഗ്യാസ് മോദിയുടെ ഗ്യാരണ്ടിയാണ്. 12 കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം മോദിയുടെ ഗ്യാരണ്ടിയാണ്. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം. നിയമ പാർലമെന്റുകളിൽ വനിതാ സംവരണവും മോദിയുടെ ഗ്യാരണ്ടി. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം. 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. മോദിയുടെ പ്രസംഗത്തിനൊപ്പം മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് സദസ്സും ഏറ്റുപറഞ്ഞു. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലുള്ള പരിപാടിക്കായി എത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ ശേഷമാണ് വേദിയിലെത്തിയത്. സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്ററിലായുള്ള റോഡ് ഷോയിൽ ആയിരങ്ങളാണ് മോദിയെ അഭിവാദ്യം ചെയ്തത്. തുടർന്ന് വേദിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദസ്സിനെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് വേദിയിലുണ്ടായിരുന്ന അതിഥികളെ ഹസ്തദാനം ചെയ്തു. കേന്ദ്രമന്ത്രി V. മുരളീധരനാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. നേരത്തെ തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും തുറന്ന ജീപ്പിൽ മോദിയുടെ റോഡ് ഷോ നടന്നിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, സുരേഷ് ഗോപി എന്നിവരാണ് മോദിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നത്. കൂടാതെ അഡ്വക്കേറ്റ് C. നിവേദിതയും ഉണ്ടായിരുന്നു. പുഷ്പവൃഷ്ടിയോടെ പ്രവർത്തകർ മോദിയെ സ്വീകരിച്ചു. വാഹനത്തിലൂടെ അല്പദൂരം സഞ്ചരിച്ച ശേഷം അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ വഴിയിലൂടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടന്നു. ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകരാണ് പരിപാടിയിൽ അണിനിരന്നിരിക്കുന്നത്. മഹിളകളെ എല്ലാ മേഖലകളിലും പിടിച്ചുയർത്തുകയാണ് പ്രധാനമന്ത്രിയെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയുടെ വേദിയിലെത്തിയ നടി ശോഭന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രകീർത്തിച്ചു. വനിതാ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദിയെന്നാണ് വേദിയിൽ സംസാരിച്ച ശോഭന പറഞ്ഞത്. മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് അവർ കൂട്ടിച്ചേർത്തു. തേക്കിൻകാട് മൈതാനത്തിൽ നടന്ന മഹിളാ സമ്മേളനമായ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം നിരവധി പ്രശസ്ത വനിതകളും പങ്കെടുത്തു. PT ഉഷ, മിന്നുമണി തുടങ്ങിയവരുമുണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ പെൻഷൻ പ്രശ്നത്തിലൂടെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടിയും വേദിയിലുണ്ടായിരുന്നു.